ഹായ് ഫ്രണ്ട്സ്, ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ പ്ലേ സ്റ്റോറിൽ കൺട്രി പ്രൊഫൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ മാറ്റാമെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. പലർക്കും അതിൽ അറിയില്ല, എഡിറ്റിംഗ് മിസ്റ്റേക്ക് എന്തെന്നറിയില്ല, പലർക്കും മനസ്സിലായില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഒരുപാട് നന്ദി. അതിൽ വ്യക്തമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് കൺട്രി പ്രൊഫൈൽ, നമ്മളെ പ്ലേ സ്റ്റോർ ഇമെയിലിൻ്റെ കൺട്രി പ്രൊഫൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മേലെ കാണുന്ന 3 വരയുണ്ട്. ഈ വരൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൺട്രി പ്രൊഫൈൽ കാണിക്കും. ഇവിടെ കൺട്രി പ്രൊഫൈൽ കുവൈത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള STC ബില്ലിംഗ്, ഇവിടെയുള്ള നെറ്റ്വർക്ക്, മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ബില്ലിംഗാണ് കാണിക്കുന്നത്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ സ്റ്റോർ കൺട്രി കുവൈത്താണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ചേഞ്ച് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു VPN ആണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഇതേ VPN തന്നെ നിങ്ങൾ ഉപയോഗിക്കണം, എന്നാലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ 2-3 VPN ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും വർക്കായില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഈ VPN കുറച്ച് പരസ്യം, ആഡ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാം ക്ലോസ് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് VPN ഓപ്പൺ ചെയ്യാം. VPN ഓപ്പൺ ചെയ്യാണ്. ഞാൻ മുമ്പ് കാണിച്ചു എൻ്റെ ഇമെയിൽ ഇപ്പോൾ ഏത് കൺട്രിയാണെന്ന്. നിങ്ങൾക്ക് ഏത് കൺട്രിയിലോട്ടാണോ നിങ്ങളെ കൺട്രി പ്രൊഫൈൽ ചേഞ്ച് ചെയ്യേണ്ടത്, ആ കൺട്രിയുടെ സർവറിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സർവർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മേലെ കാണുന്ന ഈ ഗ്ലോബിൻ്റെ ഒരു ഐക്കൺ, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒട്ടനവധി ഒരുപാട് രാജ്യത്തെ സർവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയ, കാനഡ, ചൈന, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, അയർലാൻഡ്, ഇതെല്ലാം നമുക്ക് ഏത് രാജ്യത്താണോ നിങ്ങളെ കൺട്രി പ്രൊഫൈൽ ചേഞ്ച് ചെയ്യേണ്ടത്, ആ സർവർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യാണ്. ഇന്ത്യ സെലക്ട് ചെയ്തു. കണക്ഷൻ ഇൻ പ്രോസസ്, പ്ലീസ് വെയിറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ആഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോറി ഗൈസ്, ക്ലോസ് ചെയ്യുക. ഇപ്പോൾ കണക്റ്റ് എന്ന് ഇവിടെ അടിയിൽ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ കണക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കണക്റ്റ് ആയി കഴിഞ്ഞാൽ മേലെ VPN കാണിക്കുകയും ചെയ്യും. പിന്നെ അടിയിൽ ഡിസ്കണക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റും. ഇപ്പോൾ കണക്റ്റായി, നമ്മുടെ VPN കണക്റ്റായി. ഇനി നമുക്ക് ഹോം ബട്ടൺ അടിക്കാം. ഹോം ബട്ടൺ അടിച്ച് നമ്മൾ ഇനി തിരിച്ച് പ്ലേ സ്റ്റോർ തുറക്കുകയാണ്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നത്? സ്വിച്ച് ടു ഇന്ത്യ പ്ലേ സ്റ്റോർ. കണ്ടോ, ഇപ്പോൾ നിങ്ങളെ കൺട്രി ആൻഡ് പ്രൊഫൈൽ ഇന്ത്യയിലോട്ട് മാറി. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്,
ആഡ് ഭീം UPI ID ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കൺട്രി ആൻഡ് പ്രൊഫൈൽ ഇന്ത്യയിലോട്ട് മാറി. ഇനി ഇത് ഇന്ത്യയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് നെറ്റ് ബാങ്കിങ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കണം. ഈ കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മാത്രമേ പിന്നെ നമ്മളെ ഇമെയിൽ ID ഇന്ത്യ കൺട്രിയിലോട്ട് മാറത്തുള്ളൂ. ഈ ഇമെയിൽ ID തന്നെ തിരിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ പോലെ പിന്നെ കൺട്രി പ്രൊഫൈൽ മാറ്റാൻ വേണ്ടിയിട്ട് 365 days കണ്ടോ, യു വോണ്ട് അണേബിൾ ടു യൂസ് യുവർ കറൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഓർ പേ ബാലൻസ്, യു ക്യാൻ ചേഞ്ച് യുവർ കൺട്രി അഗെയിൻ ഫോർ 365 days. നിങ്ങൾക്ക് ഒരു വർഷം വരെ പിന്നെ കൺട്രി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇതിൽ ഒരു മെസ്സേജായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ കണ്ടിന്യൂ അടിക്കുകയാണ്. കണ്ടിന്യൂ. ഇപ്പോൾ നമ്മളെ പിൻകോഡും പോസ്റ്റും ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ കൺട്രി ഇന്ത്യയിലോട്ട് മാറും. പ്രൊഫൈൽ ആൻഡ് കൺട്രി ഇന്ത്യൻ കൺട്രി ആയിട്ട് മാറും. പ്രൊഫൈൽ കൺട്രി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാത്തവർ കമൻറ്റ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ VPNൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ VPN തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.